മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന, 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ എത്രയോ കാലമായി ഒരുമിച്ച് കൂടുന്നു അല്ലേ? വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ വചനത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാൻ കാണുകയാണ്, ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അനേകം സഹനപുത്രന്മാരുടെയും പുത്രിമാരുടെയും സഹനങ്ങളും പരിത്യാഗങ്ങളുമാണ് തിരുസഭയുടെ ആത്മീയമായ ഭണ്ഡാരം. സഹിച്ച് ദൈവത്തോടൊന്നായി ചേർന്ന അനേകം സഹനപുത്രന്മാരും പുത്രികളുമുണ്ട്. അതിലൊരാളാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. മകളെ, രക്ഷപ്പെടുവാനായിട്ട് വചനം പഠിപ്പിച്ചു തരുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കാൻ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ബാല്യം മുതലേ നിരവധി സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു ആത്മീയ മനുഷ്യനാണ് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ. എന്നാൽ രോഗികളോടും പാവപ്പെട്ടവരോടുമുള്ള സ്നേഹവും കരുണയും വളരെയധികം ഉണ്ടായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുക, ആശുപത്രിയിൽ കടന്ന് സഹായിക്കുക, അതൊക്കെ വലിയ ആനന്ദമായിരുന്നു. പുരോഹിതനായതിനു ശേഷവും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. എണ്ണി പറയാമല്ലോ. കൂടെയുള്ളവർ ഇരുട്ടുമുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്, തടവറയിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, ഉടുതുണി പോലും മാറാൻ അവസരം കൊടുക്കാതിരുന്നിട്ടുണ്ട്. കാലിൽ ഉണങ്ങാത്ത മുറിവും പഴുപ്പും ഉണ്ടായപ്പോഴും ഒരു പരിഭവവും കാണിക്കാതെ അതിനെ സ്വീകരിച്ചു. ഒരിക്കൽ യേശു ചോദിച്ചു, എനിക്ക് വേണ്ടി സഹിക്കുന്നതിലും അധ്വാനിക്കുന്നതിലും ഞാൻ നിനക്ക് എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത്? യോഹന്നാൻ പറഞ്ഞു, നിനക്കായി കൂടുതൽ സഹിക്കാനും നിന്ദിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള കൃപ എനിക്ക് മതി. ഒരുപക്ഷെ ഒറ്റപ്പെടേണ്ടി വരുമ്പോഴും, ഒറ്റിക്കൊടുക്കുമ്പോഴും, തെറ്റിദ്ധരിക്കുമ്പോഴും, നഷ്ടങ്ങളും രോഗങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതം തന്നെ വഴി മുട്ടി നിൽക്കേണ്ടി വന്നാലും കൂടുതൽ സഹിക്കാനുള്ള കൃപ അവിടുന്ന് തരണമേ. സഹനം ചോദിച്ചു വാങ്ങി യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യപദത്തിലേക്ക് ഉയർന്ന ഒരു മഹാവിശുദ്ധനാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. പരാതി കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ അനുദിന ജീവിതത്തെ നമുക്കും സ്വീകരിക്കാൻ ഇടവരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നിന്റെ ഭവനത്തിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.